റിപ്പിൾസ് ഓഫ് ട്രോമ എന്ന ഈ സീരീസിൻ്റെ 12ാമത്തെ ആഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യായാമം ചെയ്യുന്നതിലൂടെ സമ്മർദ്ദത്തെ എങ്ങനെ കുറയ്ക്കാമെന്നും നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നും നമുക്കിന്ന് ചിന്തിക്കാം. എക്സസൈസ് കൊണ്ട് ശാരീരികാരോഗ്യം മാത്രമല്ല, നിങ്ങളുടെ മനസ്സിനും ഗുണങ്ങൾ ഏറെയുണ്ട്. നിങ്ങൾ ശരീരം ചലിപ്പിക്കുമ്പോൾ എൻഡോർഫിൻ എന്ന സ്വാഭാവിക മൂഡ് ബൂസ്റ്റേഴ്സിനെ ബ്രെയിൻ റിലീസ് ചെയ്യുകയും ഉത്കണ്ഠയെയും സമ്മർദ്ദത്തെയും കുറയ്ക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. യോഗ, നടത്തം മുതലായ ലളിതമായ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. ഇവ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുക മാത്രമല്ല, മനസ്സിന് നിയന്ത്രണവും നൽകുന്നു. സ്ഥിരമായ വ്യായാമം നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിനെ കുറയ്ക്കുകയും മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്ന സെറോട്ടോണിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. കാലക്രമേണ ഇത് നിങ്ങളെ കൂടുതൽ ഗ്രൗണ്ടഡായും ആഘാതവുമായി ബന്ധപ്പെട്ട വികാരങ്ങളിൽ പ്രതിരോധിക്കുന്നതിനുള്ള ശക്തിയും നൽകുന്നു. ജോഗിങ്ങിന് പോവുകയോ ജിമ്മിൽ പോവുകയോ അതുമല്ലെങ്കിൽ വീട്ടിൽ തന്നെ കുറച്ച് സ്ട്രെച്ചിങ് ചെയ്യുകയോ ചെയ്യുന്നത് ആഘാതവുമായി ബന്ധപ്പെട്ട വികാരങ്ങളെ പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള സ്വാഭാവിക മാർഗമാണ്. ഇതിനായി വലിയ സമയമൊന്നും മാറ്റിവെക്കണമെന്നില്ല. ദിവസത്തിൽ 20-30 മിനിറ്റ് മാത്രം ഇതിനുവേണ്ടി ചിലവഴിച്ചാൽ മതി. സ്ഥിരതയാണ് പ്രധാനം. നിങ്ങൾ ആസ്വദിക്കുന്ന ഏതെങ്കിലും ഒരു വ്യായാമം കണ്ടെത്തുക. അത് നൃത്തമോ നീന്തലോ എന്തുമാകാം. ഇത് നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുക. നിങ്ങളുടെ മനസ്സും ശരീരവും നിങ്ങൾക്ക് നന്ദി പറയും. അതിനാൽ നിങ്ങളുടെ മാനസികാരോഗ്യത്തിനും ആഘാതത്തിൽ നിന്ന് മുക്തി നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ട് എങ്കിൽ നിങ്ങളുടെ ദിനചര്യയിൽ വ്യായാമം കൂടി ചേർക്കാൻ ശ്രമിക്കുക. ചെറുതായി തുടങ്ങുക, സ്ഥിരത പുലർത്തുക. നിങ്ങളുടെ മാനസികാവസ്ഥയും സ്ട്രെസ് ലെവലും മെച്ചപ്പെടുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. താങ്ക് യു ഫോർ ജോയിനിങ് us ടുഡേ. അടുത്ത ആഴ്ചയിൽ ട്രോമ റിക്കവറിയിൽ ഉറക്കത്തിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ടേക്ക് കെയർ ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.